അസ്സലാമലൈക്കും. ഇന്ന് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്യൊക്കെ കുറവ് ചേർത്തിട്ടുള്ളൊരു ലഡുവാണിത്. നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് 3 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ഇതിലത്തെ വെള്ളം വാർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ അരച്ചെടുക്കുക. പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പിസ്തയും മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ പിസ്തയാണ് എടുക്കുന്നത്. ആദ്യം തന്നെ പിസ്ത ഇട്ടിട്ടൊന്ന് വറുത്ത് കോരുക. എന്നിട്ട് അതിലേക്ക് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പരിപ്പിൻ്റെ അളവ് കപ്പ് 250 ml കപ്പാണ്. പിന്നെ പിസ്ത ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. ഒരു 5-6 മുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നല്ലതായിട്ട് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് തന്നെയാണ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. പരിപ്പ് എത്രത്തോളം റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം റോസ്റ്റ് ചെയ്തെടുക്കണേ. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം അത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അടിയിൽ പിടിക്കാണ്ട് നോക്കണം. നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയാലും അത്രയും നല്ലത്. അടിയിൽ പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഈ പരിപ്പ് ഒന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്കായ ഇട്ടെടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനൊരു 4 ഏലക്കായാണ് ഇട്ടെടുക്കുന്നത്. മുഴുവനോട് തന്നെ ഇട്ടെടുക്കുക. ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ അത് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. ഇനി ഇതൊരു പകുതി ചൂടോട് കൂടി തന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ചെറിയ ജാറിലേക്ക് തന്നെയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇത് മിക്സിയിൽ 2 കറക്ക് കറക്കുമ്പോഴത്തേക്ക് തന്നെ നൈസായിട്ട് കിട്ടും കേട്ടോ. എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. മധുരം വേണ്ട ലഡുവിന്. അതിനായിട്ട് വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ. അത് ചേർക്കണമെന്നില്ല. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആക്കുമ്പോൾ നമ്മൾ കളർ ഇല്ലാണ്ട് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ പരിപ്പും കൂടെ ചേർത്തിട്ട് മധുരമൊക്കെ എല്ലായിടത്തും ആവണ വരെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലായിടത്തും ആവണ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ എല്ലായിടത്തും പിടിച്ചോളും. ഇതിൽ 1/2 കപ്പ് പഞ്ചസാര പാകത്തിലാണ് ഇട്ടുള്ളത്. ഇതിൽ കൂടിപ്പോയാൽ ഓവർ മധുരമായാൽ ലഡു തിന്നുമ്പോൾ ഒരു മടുപ്പല്ലേ. 1/2 കപ്പ് ആകുമ്പോൾ നല്ല കറക്റ്റാണ്. 1 കപ്പ് പരിപ്പിന് 1/2 കപ്പ് പഞ്ചസാര. ഷുഗർ സിറപ്പൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ തൊടാവുന്ന ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പിസ്തയും മുന്തിരിയും കൂടി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ പിസ്തൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. നമ്മൾ കൈ തൊടാൻ പറ്റുന്ന ചൂടില്ലേ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുത്താൽ അത്രയും നല്ലതാണ്. എന്നിട്ട് ഓരോന്നും ബോൾസ് ആക്കിയിട്ടെടുക്കുക. ഞാൻ ബോൾസ് ആക്കുമ്പോൾ കയ്യിൽ നെയ്യ് പരട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഓരോരുത്തരെ എത്ര ലഡുവിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അത്ര വലുപ്പത്തിൽ ഉരുട്ടിയിട്ടെടുക്കുക. എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കുക. ഇന്നത്തെ ഈ ലഡുവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.